ഹലോ ഗൈസ്, വെൽക്കം ടു ദി ഗെയിം പ്ലേ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് മിമിക്രി എന്ന ഗെയിമിൽ സർവൈവർ ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ മോൺസ്റ്റർ ആയിട്ട് നമ്മൾ ഓൾറെഡി കളിച്ചതാണ്. അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്കിന്ന് സർവൈവർ ആയിട്ട് കളിക്കാം. മോൺസ്റ്റർ ആയിട്ട് നമ്മൾ കളിച്ചിട്ട് നമ്മൾ ജയിച്ചതാണ്. മോൺസ്റ്ററായി കളിച്ചിട്ട് നമ്മൾ എല്ലാവരെയും അടിച്ച് തൂഫാനാക്കി കൊന്ന് തിന്ന് നമ്മൾ ജയിച്ചാണ്. നമ്മൾ മോൺസ്റ്ററായിട്ട് കളിച്ചിട്ട് ഇപ്പോൾ നമുക്കിന്ന് സർവൈവറായിട്ട് കളിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മളിന്ന് സർവൈവറായിട്ട് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് തുടക്കത്തിൽ തന്നെ പ്ലെയേഴ്സിനൊക്കെ ലോബിയിൽ സെറ്റായി കിട്ടി. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അന്ന് നമ്മൾ കളിക്കുന്ന നേരത്തെ നമുക്ക് ഓക്കെ, കംപ്ലീറ്റ് ടാസ്ക്, കിൽ ദ മോൺസ്റ്റർ, ഡോണ്ട് കിൽ പീപ്പിൾ. ഓക്കെ, അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. മോൺസ്റ്ററിനെ കൊല്ലണം, പീപ്പിളിനെ കൊല്ലരുത്. അതായത് നമ്മളിത് അമംഗ് അസ് പോലത്തെ ഒരു ഗെയിമാണ് ഗൈസ്, അറിയാലോ. ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഫൈൻഡ് വെപ്പൺസ് ആൻഡ് സപ്ലൈസ്. വെപ്പൺസും സപ്ലൈസും നമ്മൾ കണ്ടുപിടിക്കണം പെട്ടെന്ന്. അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ഹ്യൂമൻ, ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് ഒരാൾ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അയാൾ നമ്മളെ ഹണ്ട് ചെയ്യാൻ വരും. നമുക്ക് പെട്ടെന്ന് ഗണ്ണൊക്കെ എടുത്ത് സെറ്റ് ആവണം. കുറച്ച് കാര്യങ്ങൾ, ഫ്യൂഷൻ റിയാക്ടർ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. ബോക്സ് വിത്ത് ആക്സസ് കീസ്, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഫ്യൂഷൻ റിയാക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാം. പക്ഷേ ഓക്കെ ഫ്യൂഷൻ റിയാക്ടർ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. എന്നാൽ അവിടെ ആയിരിക്കണം ഫ്യൂഷൻ റിയാക്ടർ, അവിടെ കാണുന്നുണ്ട്. അവിടെ ആയിരിക്കണം, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ ആയിരിക്കണം ഫ്യൂഷൻ റിയാക്ടർ. നമ്മൾ ഫ്യൂഷൻ റിയാക്ടറിൻ്റെ അടുത്തേക്ക് പോകാൻ തോന്നുന്നു. അതെ, ഗൈസ്, മോൺസ്റ്റർ നമ്മളെ കാണാൻ പാടില്ല. എവിടെയാണ്? ഇവിടെയാണ് ഫ്യൂഷൻ റിയാക്ടർ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു ഗണ്ണ് കിട്ടി. ഓക്കെ, ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. AK-47 കിട്ടിയിട്ടുണ്ട്. ഫ്യൂഷൻ റിയാക്ടർ. ഓക്കെ, ഫ്യൂഷൻ റിയാക്ടർ ആരും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ബോക്സ് വിത്ത് ആക്സസ് കീസ്. ഇനി ആക്സസ് കീസുള്ള ബോക്സ് എടുക്കണം. ഓക്കെ ഗൈസ്, എവിടെ നിന്നാണ് മോൺസ്റ്റർ വരിക എന്ന് പറയാൻ പറ്റില്ല. ആക്സസ് കീസുള്ള ബോക്സ് എടുക്കാനാണ് പറയുന്നത്. മേ ബി മാപ്പിൽ കാണുന്നുണ്ട് ഗൈസ്, അതായിരിക്കാം. അതൊക്കെ ആയിരിക്കാം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തേക്കാം. ഇതെന്താണ് ഫ്ലെയിം ത്രോവർ. ഓക്കെ, ഫ്ലെയിം ത്രോവർ നമുക്ക് വെപ്പണായിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ യൂസ് ചെയ്യാനുള്ളതാണത്. ഫ്ലെയിം ത്രോവറിനുള്ള ഫ്യൂവലാണത്. നമ്മുടെ ലക്ഷ്യം അതാ അവിടെയാണ്. പക്ഷെ ഇത് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല നമുക്ക്. ആക്സസ് കീസുള്ള ബോക്സ് എടുക്കണം. മോൺസ്റ്ററിനെ കാണുന്നില്ല. ഗൈസ്, ചിലപ്പോൾ ഈ ടീംമേറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് നിന്നാൽ ശരിയാവില്ല ഗൈസ്, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ മോൺസ്റ്റേഴ്സ് ആയിരിക്കും. പെട്ടെന്ന് അവർ മോൺസ്റ്ററായിട്ട് ട്രാൻസ്ഫോം ആയിട്ട് നമ്മളെ കൊല്ലും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. മോൺസ്റ്ററായ ആൾക്ക് നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. എന്നിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫോം ആവാൻ പറ്റും. മോൺസ്റ്ററായിട്ട് തന്നെ നടക്കണം എന്ന് യാതൊരു നിർബന്ധവും. ഓക്കെ, ഇതെന്താണ്? ഡെയർ ദ സിഗ്നൽ അറൗണ്ട് ദ ഇൻ്റർഫറൻസ്, ഫെയിൽ ടു സെൻഡ് സിഗ്നലാ. ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഇതെന്തോ സിഗ്നൽ അയക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ എന്തോ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തട്ടാൻ പാടില്ല. ഓക്കെ, നമ്മുടെ സിഗ്നൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോണ്ടാക്ട് വിത്ത് എർത്ത് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, കോണ്ടാക്ട് എർത്ത് അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത കാര്യം നമുക്ക് ചെയ്യാം. മാപ്പിലുണ്ടാവും, കാണിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മൾ എർത്തുമായിട്ട് കോണ്ടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ ചെയ്യണം? ഇവിടെ എന്താ? ഓക്കെ, ബോക്സ് വിത്ത് ആക്സസ് കീസാണ് നമ്മളിപ്പോൾ എടുത്തത്. ഫ്ലാസ്ക് വിത്ത് എംബ്രിയോസ്. എംബ്രിയോസോ? എംബ്രിയോസ് ഉള്ള സംഭവം എടുത്ത് നമ്മൾ. എങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെ ഞാൻ പെട്ടെന്ന് വായിച്ചത്, പുറത്തുനിന്ന് കണ്ടില്ല, മൊത്തം വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ടേക്ക് നമ്മൾ ബോക്സ് വിത്ത് ആക്സസ് കീസ് എടുക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല ഗൈസ്. ഇവനായിരിക്കാം മോൺസ്റ്റർ, പറയാൻ പറ്റത്തില്ല. ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും ചേഞ്ച് ചെയ്യുക, മോൺസ്റ്റർ ആവുക. പുറകെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മോൺസ്റ്റർ തന്നെയാവൻ. നമ്മൾ മോൺസ്റ്ററായിട്ട് കളിച്ചപ്പോൾ അങ്ങനെയായിരുന്നു ഗൈസ്. ഇതിപ്പോൾ എങ്ങനെയാണ് താഴോട്ടേക്ക് ഇറങ്ങാം? നമുക്ക് താഴോട്ടേക്ക് പോകണം. അത് ഇവിടെ എന്തോ ഉണ്ട്. മേലേക്ക് പോകണം. പക്ഷേ ഇതെങ്ങനെയാണിത്? ഓക്കെ, താഴോട്ട് പോയിട്ട് ഇവിടെയാണോ? ഇവിടെ എന്തോ ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ എടുത്ത ബോക്സ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് എന്തോ ചെയ്യണം നമ്മൾ ഇവിടെ. ഓക്കെ, ഇവിടെയാണെന്ന് തോന്നുന്നു. അതെ,
ഇവിടെ തന്നെ ഓക്കെ ഇവിടെ എന്തോ ചെയ്യണം. ഓക്കെ, നമ്മളത് ഇവിടെ കൊണ്ടുവച്ച്. അത് ശരി. ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവച്ചാ. ഇതെന്താ ഇത്? പുട്ട് ദ സ്റ്റേഷൻ ഓൺ റിമോട്ട് കൺട്രോൾ. ഓക്കെ, കോണക്ട് ചെയ്ത് ക്യാപ്സ്യൂൾ വിത്ത് എംബ്രിയോ. നമ്മളിപ്പോൾ എന്തോ ചെയ്തു ഇവിടെ. ഇതെന്തോ ആവുന്നുണ്ട്. പുട്ട് ദ സ്റ്റേഷൻ ഓൺ റിമോട്ട് കൺട്രോൾ. സ്റ്റേഷൻ റിമോട്ട് കൺട്രോളിൽ ഇടണം. ഈ സംഭവമാണ് ഗൈസ് എംബ്രിയോ. ഇതിനെ നമ്മൾ ഇതിലോട്ടേക്ക് ഇടണം, അങ്ങനെയല്ലേ? അവനിട്ടോ ഇവൻ്റെ ഒരു ഫ്ലെയിം ത്രോവർ ഉണ്ട്. പറയാൻ പറ്റില്ല, ഇവൻ മോൺസ്റ്റർ ആയിരിക്കും. എംബ്രിയോസിനെ ഇതിലോട്ടേക്ക് പ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താണ് മനസ്സിലായില്ല ഉദ്ദേശിക്കുന്നത്. കണക്ട് ക്യാപ്സ്യൂൾ വിത്ത് എംബ്രിയോ. എംബ്രിയോൻ്റെ ബോക്സ് ഇതല്ലേ ഗൈസ്? നമ്മളിതിവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ ഇപ്പോൾ ഓടി രക്ഷപ്പെടാനാണ് പറയുന്നത്. നമുക്ക് നേരെ രക്ഷപ്പെടാൻ നോക്കാം. സമയത്തിനുള്ളിൽ നമ്മൾ രക്ഷപ്പെടണം. നേരെ പോവാം. ഇതിലാണെന്ന് തോന്നുന്നു. എടാ ഓടടാ. കുറച്ച് സമയമുള്ളൂ ഗൈസ്, പെട്ടെന്ന് പോവാം നമുക്ക്. നമ്മൾ രക്ഷപ്പെടാനായി. 42 സെക്കൻഡേ ഉള്ളൂ. ഗൈസ് നമ്മളിവിടെ കുടുങ്ങിയോ? ഇതെങ്ങനെയാണ്? അയ്യോ, ഇത് അടഞ്ഞു ഗൈസ്. ഈ സ്ഥലം അടഞ്ഞു. നമ്മൾ കുടുങ്ങിയോ? എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്? നമ്മളവിടെ കുടുങ്ങി ഗൈസ്. നമ്മളിവിടെ അകപ്പെട്ടു പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി. തീരുമാനമായി ഗൈസ്, നമ്മളെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ, നമ്മൾ കുടുങ്ങി ഗൈസ്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. എന്താണെന്ന് അറിയില്ല. കളി തീർന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഓടിയിട്ട് കാര്യമില്ല. എന്തായാലും ഇവിടെ കുടുങ്ങി. അപ്പോൾ നമ്മൾ സ്പേസ് ഷിപ്പിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ശുഭം. ദ ഹ്യൂമൻസ് ഹാവ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ഓക്കെ, എന്തായാലും നമ്മൾ ജയിച്ചു ഗൈസ്. ഹ്യൂമൻസ് ജയിച്ചു. നമ്മൾ മാത്രമാണ് ലീവ് ചെയ്യാത്തത്. വേറെ ആൾക്കാർ ലീവ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ജയിച്ചു. അങ്ങനെ ഹ്യൂമനായിട്ട് കളിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോൺസ്റ്ററിനെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, മോൺസ്റ്റർ നമ്മൾ ഹണ്ട് ചെയ്യാൻ വന്നിട്ടില്ല. ഇത് ഈസി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ മോൺസ്റ്ററായിട്ട് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഗൈസ്. അത് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണ്. മീൻസ് ഞാൻ മോൺസ്റ്ററായിട്ട് നമ്മൾ ഹണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റുള്ള ടീംസിനെ, നമ്മുടെ ടീംമേറ്റ്സിനെ. നമ്മൾ മോൺസ്റ്ററായിട്ട് പോകും, അടുത്ത് പോയിട്ട് പെട്ടെന്ന് മോൺസ്റ്ററായിട്ട് ഹണ്ട് ചെയ്യും. അതായിരുന്നു പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സർവൈവറായിട്ടും കളിച്ചു, സംഭവം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ മറ്റേ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഗൈസ്. നിങ്ങളോട് എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾ മോൺസ്റ്ററായിട്ട് കളിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട്, മറ്റൊരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അപ്പോൾ അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.